എന്താ സുഖ മാഷ ഗൗരവത്തില് വായിക്കുന്നത്? ഒന്ന് ശല്യപ്പെടുത്തല്ലേ മാഷെ, ഒരുപാട് സംശയങ്ങളാണ്. ആ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടികൾക്കല്ല, എനിക്കാണ് സംശയം. ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവരോരോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സംശയമാണ്. ക്ലാസ് റൂമിൽ പോയിരുന്ന് വായിക്കായിരുന്നില്ലേ? ഞാനിത് നോക്കാതെ പോയി കഴിഞ്ഞ് കുട്ടികൾ വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിക്കൂലേ? ഞാനൊന്ന് പഠിക്കട്ടെ മാഷെ. ഞാൻ പഠിച്ചോളൂ. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയും ഇല്ല, എഴുതണല്ലേ? ക്ലാസ്സില് കൊടുക്കണ്ടെന്നോ? ടീച്ചർക്ക് ഒരു ഇത് മറ്റേ അമീബയുടെ സംശയം തീർത്തു. ടീച്ചർ ഇന്നലെ എന്ത് പണിയാ കാണിച്ചത്? എന്തുപറ്റി? എന്തിനാ ബസ്സിൽ പോയത്? ഞാനെന്തും ബസ്സിൽ തന്നെയല്ലേ പോണ. പക്ഷേ എന്നാലും ഇന്നലെ ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ലല്ലോ. അതെന്നും അങ്ങനെ തന്നെയാ, സ്കൂൾ വിടുന്ന സമയമല്ലേ, സീറ്റൊന്നും കിട്ടാറില്ല. ആ പിള്ളേരും ആൾക്കാരും ഒക്കെ കൂടിയിട്ട് ടീച്ചറിനെ തിക്കിഞ്ഞിരിക്കായിരുന്നു. എനിക്ക് ആകെ പ്രയാസമായി കണ്ടപ്പോൾ. ടീച്ചറിന് സീറ്റ് കിട്ടിയില്ലല്ലോ. ഓ, ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഒരു സമാധാനം ഉണ്ടായിട്ടില്ല എനിക്ക്. സാറില്ല മാഷെ. ടീച്ചർ എന്ത് വാട്സപ്പ് ഓൺ ചെയ്യാത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ? വീട്ടിൽ പോയി പണികളില്ലേ, പിന്നെ വാട്സപ്പ് ഒക്കെ ഇരിക്കാൻ പറ്റുമോ? ഒരു നേരത്തും ഓൺലൈനിലില്ല. അതേ, എനിക്ക് കാറുണ്ടല്ലോ, ഞാൻ സ്കൂൾ വിടുമ്പോൾ വണ്ടിയിലുണ്ടാവും. ടീച്ചർ വന്നു, ഞാൻ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടേക്കാം. സാർ എന്നെ വീട്ടിൽ കൊണ്ട് ഇറക്കിയിട്ടല്ലേ ഹസ്ബൻഡ് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിയിടും. സാറേ കണ്ടില്ലേ, ആൾക്കാരൊക്കെ നോക്കും. സാർ അപ്പുറത്ത് പോയിരുന്നേ. ഇത് പച്ച അടിച്ചാൽ മതിയായിരുന്നു ടീച്ചർ. എന്നാലും പച്ച ഉണ്ടായില്ല. സാർ എനിക്ക് അടുത്ത പീരീഡ് ക്ലാസ്സിലാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കല. അവിടെ പോയിരുന്നേ. അടുത്ത പീരീഡ് എന്താണ് ക്ലാസ്? സാർ അവിടെ പോയിരുന്നത് ആൾക്കാർ മാഷേ, ഞാനിന്ന് ബൈക്ക് എടുത്തിട്ടില്ല. എന്നെ ഒന്ന് കാറിൽ വീട്ടിലിറക്കി വിടും. ഞാൻ ആ വഴിയല്ലല്ലോ മാഷേ. ടീച്ചറുടെ വീട്ടിലേക്ക് പോണ വഴിക്ക് എൻ്റെ വീട്. ആ റൂട്ട് മൊത്തം അലമ്പായി കിടക്കാണ്. ഒന്ന് ക്ലിയർ ആയക്കട്ടെ. 11 കാലമായിട്ടുള്ളൂ പള്ള വയ്ക്കാൻ തുടങ്ങി. എന്റെത്തെ കുട്ടികളൊക്കെ ഒരു അവസ്ഥ. ഓരോ സംശയങ്ങൾ എന്താ വെച്ചിട്ടാ നമ്മളെക്കാട്ടും വിവരമാണ് അവർക്ക്. നീങ്ങിരിക്കും മാഷെ. അവിടെ ഇരുന്നോ മാഷെ? അങ്ങോട്ട് നീങ്ങിരിക്കും മാഷെ. സീനിയർ അല്ലേ, അവിടെ ഇരുന്നോ, നടുക്കിരുന്നോ? അതിന്റെ സീനിയർ മാഷന്മാർക്ക് ഇവിടെ കുത്തിരുന്നൂടാ. മാഷ് നടുവിലിരുന്നോ, ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ അല്ലേ ടീച്ചറെ? അത് ശരി. മാഷ് ഇവിടെ ഇരിക്കേ. അല്ലാണ്ട് ഇരുന്നിട്ടേ വേര് മുളക്കണ്ട. ഇല്ല, ക്ലാസ് ഉണ്ട്. ടീച്ചർ ക്ലാസ് ഇല്ലേ? ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. അടുത്ത് അന്നോടല്ല, ഞാൻ ടീച്ചറോടാ ചോദിച്ചേ. എനിക്ക് അടുത്ത പീരീഡ് ക്ലാസ്. സ്വതമാസ ക്ലാസ് ഇല്ലേ? എന്താ അടുത്ത പീരീഡ്? അന്ന് കുട്ടികൾ സംശയം ചോദിക്കാൻ തീർക്കാൻ വേണ്ടിട്ട്. അത് പറഞ്ഞപ്പോഴാണ് കാര്യേ. ഈ പക്ഷേ ഈ ഗീർവാണ ബാലൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഗീർവാണ ബാലൻ ഞാൻ കേട്ടിട്ടില്ല. ഞാനേ രണ്ടും കേട്ടിട്ടുണ്ട്. ബാലെന്നും കേട്ടിട്ടുണ്ട്, ഗീർവാണോന്നും കേട്ടിട്ടുണ്ട്. എന്ത് കാണുന്ന കൂടിയിട്ടാത്ത ബാലപ്പം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഗീർവാണ ബാലന്റെ ഇംഗ്ലീഷ് അറിയും, അത് പറഞ്ഞെന്നാ അതിന്റെ മലയാളം ഞാൻ പറഞ്ഞുതരാം. അല്ല കൂത്ത, ഇവിടെ മലയാളം തന്നെ അറിയില്ല, അതിന് ഇംഗ്ലീഷ് അറിയാൻ പോണ്. എനിക്കറിയാമായിരുന്നു മാഷെ. വേണ്ട, ഞാനത് കുട്ടികളോട് തന്നെ ചോദിച്ചോളാം. അയ്യേ, കുട്ടികളോടൊക്കെ ചോദിക്കണം മോശമല്ലേ പക്ഷെ? എന്ത് കുട്ടികളോട് നേരിട്ട് പോയിട്ട് അങ്ങനെ ചോദിക്കല്ല. അതൊക്കെ ക്ലാസ്സിൽ പോയിട്ട് ബോർഡിന്റെ മേലെ ഗീർവാണ ബാലൻ എന്നിട്ട് എഴുതും. എഴുതിയിട്ട് ഇതെന്താ എഴുതിയെന്നറിയോ? ഗീർവാണ ബാലൻ. ഇതിന്റെ അർത്ഥം അറിയുന്നവർ എഴുന്നേറ്റ് പറയുന്ന പറയുമ്പോ ഏതെങ്കിലും ട്യൂഷന് പോണ കുട്ടി ഉണ്ടാവും. ആ കുട്ടി അടിച്ച് കറക്റ്റ് ആൻസർ പറയും. അപ്പൊ അവനോട് ഇരുന്നോളാൻ പറയും. വെരി ഗുഡ് ട്ടാ, ഉഷാറായിക്കണെന്ന് പറയും. അപ്പൊ ഓനും സന്തോഷം, നമുക്ക് സന്തോഷം. മാഷ, ഒരു കുട്ടിക്കും അത് അറിയില്ലെങ്കിൽ എന്താ ചെയ്യാ? അതെന്തി പോകും. അറിയാണ്ട് വന്നാല് ഞാൻ നേരെ പുറത്തേക്കൊന്ന് പോകും. പുറത്തേക്ക് പോയിട്ട് വരാതെ പോയിട്ട് ഒന്ന് കുറച്ച് തുപ്പിക്കാളും. പട്ടിയല്ലേ കുരക്കണത്? ചുമച്ച് തുപ്പുക. ചുമച്ച് തുപ്പിയിട്ട് ഞാൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അപ്പൊ അടുത്ത വരി നോക്കിക്കൊള്ളിട്ടോ എന്ന് പറയും. അപ്പൊ ഇത് മറക്കും. അത്രേ ഉള്ളൂ നമ്മളെ കുട്ടികളെ കാര്യമോ. എന്റെ ടീച്ചറെ എല്ലാം കൂടി കടന്നു ലൂത്തിയമാരുണ്ടല്ലോ. മൊന്തായോ
ഭയങ്കര സംശയം ഈ പിള്ളേർക്ക്. എല്ലാവർക്കും സംശയമാണ്. ഇപ്പൊ ഈ സൂതന്മാർക്കും സംശയം, ഞങ്ങളെ രണ്ടുപേരെ കുറിച്ച് എല്ലാവർക്കും സംശയം. അതിന്റെ കാരണം എന്താണെന്നറിയോ? മാഷന്മാർക്ക് ഇത്രയും സംശയം വരാൻ കാരണം ഈ ഗൂഗിളും ഇന്റർനെറ്റൊക്കെ വന്നോടെ കുട്ടികൾ ഒരു പടി മുന്നോട്ട് പോയി. അതാണ് ഉണ്ടായത്. ഇമ്പളൊക്കെ കീപ്പോട്ടും പോയി. ഇല്ല, പാമ്പ് അടിച്ചു. മാഷാ ഗ്രൗണ്ടിൽ കിടക്കണ്ടേ? പിന്നെ ഗ്രൗണ്ടിൽ ഇവിടുന്നാണ് പാമ്പ്. മാഷാകെ വിറക്കിയാ. ആരെങ്കിലും പാമ്പിനെ കണ്ടോടാ? ഇല്ല, പക്ഷെ കാലിന് ചോര ഉണ്ട്. അത് എവിടെയെങ്കിലും തട്ടി പൊട്ടി ചോര തന്നെ ഇരിക്കുള്ളൂ. കാര്യം വെക്കണ്ട. മാഷിനാകെ തലയിട്ടുണ്ടെന്നാ പറയണേ. അത് ലീവ് എടുക്കാനുള്ള ഒരു ഐഡിയ ഇല്ല സാർ, ആകെ വെപ്രോളപ്പെട്ടിരിക്കുന്നേ. കുഴപ്പമില്ലാന്നേ, ആ പുള്ളിക്ക് ഉള്ളതാണത്. സാറിന്റെ കാറില്ലേ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? സാറൊന്ന് കാറെടുത്ത് കൊണ്ടുപോയാലോ? എന്നാലേ ടീച്ചർ വരുമോ? ഞാൻ വരില്ല, സാറ് കൊണ്ടുപോവോ? എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ആശുപത്രി കൊണ്ടുപോകണ? കാറൊക്കെ എടുത്ത് എനിക്ക് അടുത്ത പീരീഡ് ക്ലാസ് ഉള്ളതാണ്. വെറുതെ നിങ്ങളത് വിഷയാക്കണ്ട. നിങ്ങൾ പോയി നിങ്ങൾ പണിയെടുത്തോളി. മൂപ്പര് കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് കൊണ്ട് പോന്നോളൂ. ഇനി പാമ്പ് കടിച്ചിരുന്നെങ്കിൽ ആ പാമ്പിനൊന്ന് ശ്രദ്ധിക്കണം. അത്രക്ക് വിഷോടി മന്മനസാണ്. അല്ലെങ്കിൽ മൂപ്പർക്ക് ആരോഗ്യമുള്ളൂ. ആ കണ്ടും തടിക്കുന്ന ബുദ്ധി മൂപ്പർക്ക് ധൈര്യമില്ല. അയ്യോ അയ്യോ, എന്റെ കാലാ വേദനിക്കുന്നത്, എന്റെ പാമ്പ് കടിച്ച് കൊണ്ടു. മാഷെ പേടിക്കണ്ട മാഷെ. രാജാവ് സാറിന്റെ കാറ് വിളിക്കാൻ പോയിട്ടുണ്ട്. കരയല്ലേ മാഷെ? നമുക്ക് പെട്ടെന്ന് ആശുപത്രി പോവാം മാഷെ. മാഷ് പേടിക്കണ്ട. എന്നെ മൂർഖനാണ് കടിച്ചത്, മൂർഖൻ. പാമ്പ് കടിച്ചെന്നാണെന്ന് തോന്നുന്നില്ല. കണ്ടില്ല, പക്ഷെ എന്തോ എന്നെ കടിച്ചിട്ട് ഇഴഞ്ഞു പോകുന്നത് കണ്ട് അവിടെ ഒരു മാളമുണ്ട്. ആ മാളത്തിനകത്ത് കയറി പാമ്പ്, മാളത്തിനകത്ത് കയറി. മൂർഖനാണ്. ഞങ്ങൾ ഇത്ര നേരം കളിച്ചടക്കണ പറമ്പിൽ പാമ്പ് വരാനാണ് മാഷെ. വണ്ടിയൊന്നുമില്ല മാഷന്മാരെ. ഹിന്ദിക്ക് ഫുൾ മാർക്ക് തരും. ഹിന്ദി ട്യൂഷൻ ഒരു വണ്ടി വിളിക്കും. ആശുപത്രി കൊണ്ടോ? ഇപ്പൊ മാഷെ പേടിക്കണ്ട, കുഴപ്പമില്ല. ഒന്നും പറ്റൂല. മാഷെ കുഴപ്പമില്ല, ഇപ്പൊ തന്നെ ആശുപത്രി എത്തും. മാഷ് നിങ്ങളെ ആരെങ്കിലും തല്ലിട്ടുണ്ടെങ്കിൽ മാഷ് ക്ഷണിക്കണം. മാഷ് മരിച്ചു. കാലിന് കയറി ഇപ്പൊ തലേ കയറൂ. അയ്യോ തലയിട്ട് എന്റെ മോനെ കണ്ട എനിക്ക്. ശ്വാസം കിട്ടുന്നില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഞാൻ അങ്ങനെ പറയാതിരിക്കുന്നു. അല്ല, ഞാൻ പറയുകയാണ്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ വരുന്ന രോഗികളെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുക, ചികിത്സിക്കുക, കൊല്ലുക, എന്താണെങ്കിൽ ചെയ്തോ? ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ. ആദ്യം പറയണ കേൾക്ക് നിങ്ങൾ. അത് പറയട്ടെ. ഇവിടെയുള്ള രോഗികളെ നിങ്ങൾ അവിടെ ഇങ്ങോട്ട് പോന്നോളി, വീതിക്ക് വരി, അവിടെ വന്ന് ചികിത്സിക്കുക. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെയുള്ള ശീതവൻ ഡോക്ടർ ആള് ശരിയല്ല, ആള് ചികിത്സ വെച്ചാൽ ആള് ചത്തു എന്ന് പറഞ്ഞാല് ഇത് അവിടുത്തെ ന്യായമാണ്. ഡോക്ടറെ, നിങ്ങൾ ഒരു കാര്യം കേൾക്കി. എനിക്കിപ്പോ നിങ്ങൾ ബോസാണ് പറഞ്ഞിട്ട് ആളെ പഠിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് അവിടെ നിൽക്കാൻ ഒഴിവില്ല. അതൊക്കെ രാവിലെ നേരം വിളിച്ചാൽ 5 മണിക്ക് ഇരിക്കുകയാണ് ആൾക്കാരെ. ആൾക്കാരുണ്ട്. ഡോക്ടർ ഒന്ന് നിർത്തിയാൽ നിനക്ക് നാണവുമാനും ഒഴുപ്പുണ്ടാ. 2 പ്രഗത്ഭ ഡോക്ടർമാർ ഇതിന്റെ ഉള്ളിൽ കുഴപ്പവും ബഹളും ഉണ്ടാക്കുന്നത്. പുറത്തിരിക്കുന്ന ആളുകൾ നോക്കി ചിരിക്കുന്നുണ്ടാവും. ഇത് ബദിറിന് മോഹനായി പോയി, അല്ലെങ്കിൽ ഇറങ്ങി നിന്ന് തല്ലിയനങ്ങളാ. അതെ, നീ വലിയ വാർത്താനൊന്നും പറയണ്ട. നീ എന്താ മുതലൊന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളെ ഞാൻ കേട്ടോ. നീ ഇവിടെ വരുന്ന രോഗികളെ അടിച്ചു മാറ്റിട്ട് ആ സതീശൻ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തിട്ട് 100 രൂപ കമ്മീഷൻ മേടിക്കുന്ന ആളാണ് നീ, അല്ലേ? 100 രൂപ ഞാനാ?
₹50 കിട്ടിയാലേ സാറേ. ഒന്നും പഠിക്കും. ഒന്നും മേടിക്കല്ലേ അല്ലേ? അപ്പൊ അയാൾ കണ്ണുടിച്ച് കാണിച്ചപ്പോ നീ ഒന്നും മേടിക്കല്ലേ എന്നാക്കി. എന്തിനാണ്ടാ കുട്ടി എങ്ങനെയൊക്കെ ജീവിക്കുന്നത്? എന്തിനാ ഡോക്ടർ ഇവനോ വിവരമില്ല എന്റെ ഡോക്ടറെ നിങ്ങൾ വെറുതെ എന്നെ ചൂണ്ടി നിൽക്കുകയാണ്. ഇത് നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടിരിക്കുകയാണ്. അവനെ നിങ്ങൾക്ക് അറിയില്ലേ? ഓ ആയിക്കോട്ടെ, ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞാണ് തെറ്റ്. നിങ്ങൾ പറഞ്ഞ തെറ്റ് തന്നെയാണ്. എനിക്ക് ആളെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് നോക്ക് സാറേ, നമ്മളെ ആതുര സേവന രംഗത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഗതിയും പരഗതിയിലാണ്ടാണ് കയറി വരുന്നത്. നമ്മളൊക്കെ ദൈവങ്ങളെ പോലെയാണ് അവർ കാണുന്നത്. അവരുടെ ഇതൊക്കെ കാശ് പിടുങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ഇനി ഒന്നും പോട്ടെ, ഇതൊന്നുമില്ലെങ്കിലും ഒരു സഹപ്രവർത്തകനെ കുറ്റം പറയാതിരിക്കാനുള്ള ഒരു മനസ്സിനും ഉണ്ടാവണം. അപേക്ഷിക്കുകയാണ്. ഈശ്വരൻ നമ്മളൊക്കെ കാക്കട്ടെ. ഈ ജാതി കാശൊന്നും പിടിങ്ങി തിന്നാണ്ടിരിക്കാൻ ദൈവം നമ്മളെ കാക്കട്ടെ. അത്ര പറയാനുള്ളൂ. ശരി എന്നാലും കേട്ടോ. നല്ല ഡോക്ടർ, എന്തൊരു സ്വഭാവം. അപ്പൊ വർത്താനം മതി അല്ലേ? എന്താണ് ഡോക്ടർ? നല്ല ഡോക്ടർ. നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൂപ്പരുടെ അടുത്ത് പറഞ്ഞത്? അല്ല, ആവശ്യമില്ലെന്ന് പറഞ്ഞു സാർ. നല്ല കാര്യം നല്ല പറഞ്ഞു സാർ. ഈ വൈകുന്നേരം ഈടുത്ത ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് വീട്ടിൽ ക്ലിനിക് ആക്കിയിട്ട് പാവപ്പെട്ട രോഗികളെ ചികിത്സിച്ചിട്ട് എന്തിനാ പൈസ പണിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യും, മൂപ്പരിന്റെ കൂടെ വന്നു. ഇനി വരണ്ട. വേണ്ട, ഒരു ഉറുപ്പ്യ തരില്ല. നിങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ചില്ലറ കിട്ടും. എടോ, നീ എവിടെയെങ്കിലും ഒരുത്തിയിൽ നിൽക്ക്, ഒന്നുകിൽ ഇവിടെ നിൽക്ക്, ഇല്ലെങ്കിൽ അയാളടുത്ത് പോയി നിന്നോ. വേണ്ട. എന്ത് വേണ്ട? സാറിന്റെ കൂടെ മതി. അല്ല, നീ എന്തിനാ പൈസ വാങ്ങിച്ച കാര്യം മൂപ്പരിന്റെ അടുത്ത് പറഞ്ഞത്? ഞാൻ സ്പോട്ടിൽ മാറ്റി പറഞ്ഞില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കണോ? ഉഷാറില്ലേ ഇപ്പോ? സാറേ, ബദറിന്റെ മുഖനാണല്ലോ. ഓ, ഞാനത് മറന്നല്ലോ. അത് ശരിയാണ്. അപ്പോ എങ്ങനെ ചോദിക്കൂ? ബഹളം ഉണ്ടാക്കാതെ നിൽക്ക്. കാല് നീട്ടി വെക്കി, കാല് നീട്ടി വെക്കി. ശരി, നിങ്ങളുടെ ആരാ ഇത്? ഇത് ഞങ്ങളുടെ മാഷ. ഹിന്ദി ഭാഷ. ഹിന്ദി ഭാഷ. എപ്പോഴാ കടിച്ചത്? 1.25 മണിക്കൂറായി. എന്റെ സാറേ, 1 മണിക്കൂറായെങ്കിൽ വിഷം മുകളിലോട്ട് കയറി തലയോട്ട് കയറും. അതിന് വീടൊരു കെട്ടുകൊടുക്കും. ഇല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ കിടന്നാ മതി. ടെൻഷൻ അടിച്ചാൽ വിഷം പോന്ന് പറഞ്ഞു കയറും. നോക്കട്ടെ, ചോദിക്കട്ടെ, നിങ്ങള് കടിച്ച പാമ്പിനെ കണ്ടോ? കണ്ടുന്നോ കണ്ടില്ലാന്നോ? കണ്ടില്ലാന്നോ? ഡോക്ടറിന്റെ അടുത്തും വക്കീലിന്റെ അടുത്തും കള്ളം പറയാൻ പാടില്ലാന്നാണ്. സത്യമായിട്ട് വക്കീലെ വക്കീലിന്റെ ഡോക്ടറാണ്. ഡോക്ടറെ, എന്നെ മൂർഖനാണ് കടിച്ചത്. കടിച്ചിട്ടൊരു മാളത്തിനകത്ത് കയറി പോണത് കണ്ട് ഈ പാമ്പ് തന്നെ. പക്ഷെ പാമ്പ് പോലെ എന്തോ ഞാൻ കണ്ടു. ഞാൻ ഇപ്പൊ മരിക്കും. അയ്യോ, ഇതിപ്പോ ഞാൻ മൂർഖനുള്ള ഇഞ്ചക്ഷൻ അടിക്കണോ? എടുത്തോ ഡോക്ടറെ, എടുത്തോ. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? പൊന്നു ഡോക്ടറെ, ഞങ്ങൾ നോക്കുമ്പോ മാഷൊന്നായതാ, ഞങ്ങളെയും കണ്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങളെ മാഷിയും കൊണ്ട് സത്യ സാറെ ക്ലിനിക്കില് വീട്ടിലേക്ക് പോകണം. ആർന്ന് ചികിത്സിക്കും. ഇല്ല സാറേ, അത്ര നേരം ഒന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ മാഷ് ചിലപ്പോ കാഞ്ഞു. പല്ലുണ്ടാവും. സാറേ, കലാമേളക്ക് ഇംഗ്ലീഷിന് എ ഗ്രേഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അല്ല, അതിനെ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ കൊച്ച് ചെയ്താലല്ലേ കിട്ടൂ. അങ്ങനെയല്ലല്ലോ സാറ് പറഞ്ഞത്. അല്ല, നന്നായി ചൊല്ലുന്ന കുട്ടിയായിരുന്നു. പക്ഷെ പകുതിക്ക് വെച്ചിട്ട് വരി മറന്നുപോയി. ഇതിപ്പോ സി ഗ്രേഡ് പോലും ഇല്ലേ? സാർ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ? എന്താ പനിയില്ല? അല്ല, മന്മഥൻ സാറിനെ കാണാൻ വേണ്ടി. മന്മഥൻ സാറിനെ കാണാൻ എന്തിനാണ് ആശുപത്രി പോണത്? അല്ല, മന്മഥൻ സാറിനെ പാമ്പ് പിടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോയില്ലേ? യദുവും ദർശവും എല്ലാരും കൂടെ. അതിനെന്തിനാ അപ്പൊ നീ ഹോസ്പിറ്റലിൽ പോയിട്ട് മാഷെ കാണുന്നത്? അല്ല, മന്മഥൻ സാറിന് സീരിയസ് ആണെന്ന് പറയാൻ കേട്ട്. അതവന് കാണാൻ പറ്റിയില്ലെങ്കില് വെറുതെ ഓരോ കാരണം പറഞ്ഞ് ക്ലാസ് കെട്ടിയതല്ല, മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. അതന്നെ, അവൻ അല്ലെങ്കിൽ തന്നെ പകുതി ദിവസം ക്ലാസ് തരൂല. കൈവേനയും കാലുവേനയും. ഒരു കൂസലും ഇല്ല, ഒരു പേടിയില്ല. ആര് അങ്ങനെ ഒരു ഗുണമുണ്ട്.
മന്മൻ സാർക്ക് ഇനി സീരിയസ് ആണോ? അങ്ങനെ ഉണ്ടാവും. ഡോക്ടറെ എന്റെ കാലിൽ ചികിത്സിക്കുന്നില്ലേ? അയ്യോ, എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. മാഷേ അനസ്തേഷ്യ തന്നിരിക്കുകയാണ്, അതുകൊണ്ട് അറിയാത്തത്. അല്ലല്ല, എന്റെ സ്പർശനശേഷി പോയി തോന്നുന്നു. വിഷം കേറി ഞാൻ മരിക്കും. വിഷമിക്കല്ലേ മാഷേ. റെഡിയാക്കണോ സാറേ? നിങ്ങളെ ഹിന്ദി ഭാഷ പോയതാ. പാമ്പിന്റെ പല്ല്, പാവ പാമ്പ് കൊത്തിയിട്ട് പല്ല് ഉപേക്ഷിച്ചിട്ട് പോയി. മാണിക്യം. മാഷേ ഇത് മൂർഖനാന്നാ പറഞ്ഞത് നിങ്ങള്? രാജോമ്പരായ ഇത് കുപ്പിച്ചിട്ടാണ്. കുപ്പിച്ചില്ലേ? അപ്പൊ പാമ്പല്ലേ? ഇത് കണ്ട മാഷല്ലേ പറഞ്ഞത് പാമ്പ് കുത്തിയതാന്ന്? സത്യത്തില് പാമ്പിനെ പോലെ എന്തോ പോകുന്നത് ഞാൻ കണ്ട്. ഈ സർപ്പകോപമുള്ള കുടുംബത്തിലാണ് ഡോക്ടറെ, അതുകൊണ്ട് എപ്പോഴും. നിങ്ങൾ പാമ്പിനെ കണ്ടു പിന്നെ എങ്ങനെ പറഞ്ഞത്? നിങ്ങൾ സങ്കല്പിക്കുകയാണ്. അല്ല, ഇഴഞ്ഞു പോയതുപോലെ എന്തോ തോന്നി എനിക്ക്. പിന്നെ ഉണ്ണി സാറേ, നമ്മള് ലോക്കൽ അനസ്തേഷ്യ കൊടുത്തതല്ലേ, ഒരു 3 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ, എന്നിട്ട് വിട്ടാ മതി. പിന്നെ ഡ്രിപ്പ് ഇട്ടോ കേട്ടോ. പിന്നെ 1/2 മണിക്കൂർ കൂടുമ്പോ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യമില്ല, അത് പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്യിക്കണം. അല്ല ഡോക്ടറെ, എനിക്കിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഈ ടെസ്റ്റ് ഒക്കെ നടത്തണേ? മാഷിന് നല്ല സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ സംശയമാണ് വിഷം. അതുകൊണ്ട് നമുക്ക് ആ സംശയമൊക്കെ മാറ്റണം. നമുക്കിപ്പോ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ, പിന്നെന്താ ചെയ്താലേ. അല്ല, പാമ്പിന്റെ ഒരു ആകൃതി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ സാറ് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. ഈ നെർവുകളുടെ സിസ്റ്റം ഒക്കെ ആകെ താറുമാറായിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു സ്കാനിങ് കൂടെ ചെയ്തേക്കാം. നമുക്കൊരു സ്കാനിങ് കൂടെ എടുക്കാം സാറേ, അതാ നല്ലത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആരെങ്കിലും വാ, ഞാനത് എഴുതി തരാം. വന്നോ ഇതിലും ഭേദം മൂർഖം കടിച്ചാൽ മതിയായിരുന്നു. സാറ് ചുമ്മാ ഞങ്ങളെ